ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേട്ടില്ലേ? അപ്പോൾ എന്തുണ്ട്, ഞങ്ങളപ്പോൾ ഇന്ന് പോവാണ് കേട്ടോ, പാലക്കാട് മണ്ണാർക്കാട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു നേർച്ചയൊക്കെ ഉണ്ടെന്ന്, അപ്പോൾ അങ്ങോട്ട് പോവാണ് കേട്ടോ. പോകണ വഴിക്ക് തന്നെ ഭയങ്കര വിശപ്പിട്ടോ. അങ്ങനെ ഒരു ഹോട്ടലിൽ കയറി. എൻ്റെ പൊന്നെ 10 മണിയായിട്ടോ, 10 മണിയായി. പക്ഷേ ഹോട്ടലിൽ തറവാട് ഹോട്ടലാണ് കേട്ടോ. നല്ല ഫുഡും നല്ല സെറ്റിങ്ങും കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങ് കയറിട്ടോ. മുമ്പിൽ തന്നെ എല്ലാ ഐറ്റംസിൻ്റെ പേര് കണ്ടപ്പോൾ ചട്ടിച്ചോറ് കഴിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ കയറിയതാണ് എൻ്റെ പൊന്നെ. അപ്പോൾ അവിടെ ഒന്നുമില്ല, ഈ ഒരു 8 പൊറാട്ട മാത്രം, പിന്നെ ഒരു മീൻ കറി മാത്രം. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഒരു ദിവസം വരെയും ഓർഡർ ചെയ്തിട്ട് എന്നും പറഞ്ഞുങ്ങാണ്ട് കുറേ നേരം നല്ല കെയറിങ് ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ. എല്ലാവരും വിസിറ്റ് ചെയ്യുക, ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ ഈ ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വീട്ടിലെത്തി ഉറങ്ങി എണീച്ചു രാവിലെ കേട്ടോ. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ തന്നെ രാത്രി പൊറാട്ട, രാവിലെയും പൊറാട്ട കേട്ടോ. പൊറാട്ടയും നൂൽപുട്ടും അതേമേക്ക് അറിയാലോ ഒരു കൊട്ട മാങ്ങയുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിരിക്കുമ്പോൾ റൂമിലാതാ ഒരുപാട് ഐറ്റംസ് തൊപ്പികളും വെറൈറ്റി മോഡലായിട്ട് ഇങ്ങനെ കണ്ടപ്പോൾ അപ്പോൾ മോന് കാശ്മീരിൽ നിന്ന് കൊണ്ടുവന്ന് ഓരോന്ന് സെർച്ച് ചെയ്യണം. എൻ്റെ പൊന്നെ എത്രങ്ങാനും ഡ്രസ്സുകളാണ് തിരുമ്പാൻ. ഇതൊക്കെ പാടെ ഞാൻ തിരുമ്പണം, ശരീരം ഇളകി പോകുമെന്ന് പറഞ്ഞിട്ട് ഞാനതും ഇങ്ങെടുത്ത് മുറ്റത്തിലോട്ട് അങ്ങ് ഇറങ്ങി. മൊത്തത്തിൽ എൻ്റെ പൊന്നെ ഓരോരോ ഡ്രസ്സിൻ്റെ വെയിറ്റും കാരണം ഞാൻ ഇതുവരെ വാഷിംഗ് മെഷീൻ തിരുമ്പിയിട്ടേ ഇതിലങ്ങ് ഇവിടെ വന്നാലാണ് ഇങ്ങനെ തിരുമ്പാറ്. അപ്പോൾ ഭയങ്കര ടയേർഡാണ്, തിരുമ്പണം വലിയൊരു പ്രയാസമാണ് കേട്ടോ. അങ്ങനെ എല്ലാം തിരുമ്പി കഴിഞ്ഞ് എല്ലാം സെറ്റായി. അപ്പോൾ അപ്പുറത്ത് പോയിട്ട് ഇക്കാൻ്റെ പണി ഇവിടെ വന്നാൽ ഈ ഒരു അവസ്ഥയാണ് കേട്ടോ. ഭയങ്കര കാറ് കഴുകലാണ് കേട്ടോ. കാറിന് അങ്ങ് കുളിപ്പിക്കും. ഞാനങ്ങ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ജോലികളാണ് കേട്ടോ. നമ്മൾ അവിടുത്തെ മാതിരിയുള്ള ലൈഫല്ല. ഇവിടെ വന്നാൽ അടിച്ചു ഓരോ മുറ്റം അത് ഇത് മൊത്തത്തിലൊരു സെറ്റപ്പാണ് എൻ്റെ പൊന്നേ. ലൈഫേ ഒരു സെറ്റപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ തൊടുവിലോട്ടൊക്കെ ഇറങ്ങി നോക്കിയപ്പോൾ തൊടുവിൽ അതാ ഒരു ഇത് പഴുത്തിങ്ങനെ നിൽക്കണേ. എൻ്റെ താത്താക്ക് അതൊന്നും കണ്ണ് കാണൂല എന്ന് തോന്നുന്നേ. ഞാൻ നേരെ പോയി പൊട്ടിച്ചെടുത്തു. എൻ്റെ പൊന്നേ, ഇത് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, നല്ല മധുരമാണ്. അങ്ങനെ ഇവിടെ വന്നാൽ എൻ്റെ പൊന്നേ തിന്ന് വയറങ്ങ് ഫുള്ളായി ദമ്മാകും കേട്ടോ. ഇനി ഇവിടുന്ന് ഒരു ദിവസമാണെങ്കിലും പോകുമ്പോഴേക്കും വയറ് ഒരു നിമിഷം കൂടി കാലിയാവില്ല കേട്ടോ. അത്രക്ക് ഓരോന്നിങ്ങനെ വെറൈറ്റി ഐറ്റംസ് ഇങ്ങനെ വന്നിട്ടേ ഇരിക്കും കഴിക്കാൻ കേട്ടോ. അങ്ങനെ എൻ്റെ പൊന്നെ ഇതും കഴിച്ചിരിക്കണം. നേരത്തെ അടുത്ത ഫുഡ് കഴിക്കാനുള്ള ടൈം എൻ്റെ പൊന്നെ നീർച്ചച്ചോറ് അങ്ങനെ വീട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ആ നീർച്ചച്ചോറിനെ എടുത്ത് പാത്രത്തിലോട്ട് എൻ്റെ പൊന്നോളെ എല്ലാ വർഷവും ഉണ്ടാക്കും കേട്ടോ. ഈ ഒരു മൗലൂദ് നല്ല ആഘോഷം ഉണ്ടാവും കേട്ടോ. ഇത് നീർച്ചയുടെ തന്നെ ഇവിടെ നീർച്ച കഴിച്ച് ഇവിടുന്ന് അങ്ങനെ പെട്ടി രാത്രിയിൽ അങ്ങ് പോകും കേട്ടോ അമ്പംകുന്നത്തേക്ക്. അങ്ങനെ നല്ല DJ പരിപാടിയും എല്ലാം ഉണ്ടാവും കേട്ടോ. അടിപൊളിയായിരിക്കും കേട്ടോ. കാണാൻ മിസ് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങ് ഓടി വന്നിക്കാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീഡിയോസ് ടീച്ചർ കാണുന്നുണ്ടാവും, പക്ഷേ ഇത് ഞങ്ങൾ എല്ലാ വർഷവും ഇത് പ്രാർത്ഥിക്കാൻ പോകുന്നതാണ്. അപ്പോൾ മോളുടെ ഒരു പ്രശ്നം, എക്സാമിൻ്റെ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഇത് പോകാതിരുന്നാൽ ശരിയാവില്ല. പ്രാർത്ഥിച്ചാലല്ലേ നമുക്ക് എക്സാമൊക്കെ ഈസി ആയിട്ട് അങ്ങ് നടക്കുമെന്നും പറഞ്ഞുകൊണ്ട് മോളങ്ങ് മുന്നിലായി, ഞാൻ പുറകിലോട്ടായാലും. അപ്പോൾ അങ്ങനെ നീർച്ചച്ചോറും കഴിച്ചു കേട്ടോ. അങ്ങ് പ്രാർത്ഥിക്കണം, ഇൻഷാ അല്ലാഹ് അവിടെ പോയി സിയാറത്ത് ചെയ്യണം, എല്ലാം ചെയ്യണം കേട്ടോ. അതിനൊക്കെ തന്നെയല്ലേ വന്നിക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വാച്ച് ചെയ്യാൻ മറക്കല്ലേ. വാച്ച് ചെയ്താൽ മാത്രം പോരാട്ടോ, പുതിയ ആൾക്കാരിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.